യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷനെ നന്ദിയോടെ വാഴ്ത്തുന്നു 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 സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുനിമിഷവും നമ്മെ താങ്ങി നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ എല്ലാ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെ മധ്യത്തിലൊക്കെയും താങ്ങായി തണലായി കൂടെ ഇരുന്ന് ആശ്വാസദായകനായിരുന്നു നമ്മെ വഴി നടത്തിയ ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികൾക്കായിട്ട്, ദൈവത്തിന്റെ എല്ലാ കരുതലുകൾക്കായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്നേഹത്തിന് ഉറവിടമായിരിക്കുന്ന കർത്താവിനെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തോത്രം. ഈ രാത്രികാലവും ഹല്ലേലൂയ സ്തോത്രത്തോടും സ്തുതിയോടും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ അടയപ്പെടുമ്പോൾ ശ്രേഷ്ഠകരമായ മറ്റൊരു വാതിൽ ദൈവം നമുക്കായി തുറന്നു തരും. സ്തോത്രം. ചിലപ്പോൾ അടയപ്പെട്ടതിന്റെ മുമ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന അനുഭവത്തിലായിരിക്കാം. സ്തോത്രം. പക്ഷേ ഈ പൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു വാതിലിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയത്തരും. ഒരു ഉറവെ ദൈവം നിങ്ങൾക്ക് തുറന്നു തരുവാനായിട്ട് ഇടയായിത്തരും. ഒരിക്കലും വറ്റിപ്പോകാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത ഒരു ഉറവ ദൈവം നിങ്ങൾക്കായിട്ട് തുറന്നു തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ആമീൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതേ പ്രിയ ദൈവമക്കളെ, ഇവിടെ വായിച്ച ഭാഗത്ത് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ഒരു കുറവ് വരുവാൻ ഇടയാകാതെ വണ്ണം ഒരു ഉറവയെ തുറന്നു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ചിലപ്പോൾ കുറവുകൾ വന്നു കാണുമായിരിക്കാം, അടയപ്പെടുന്ന അനുഭവം ജീവിതത്തിൽ കടന്നു വന്ന് കാണുമായിരിക്കാം. പക്ഷെ ഇനി കർത്താവ് നിന്റെ ജീവിതത്തിൽ തുറക്കുന്നത് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും തീർന്നു പോകാത്ത, ഒരിക്കലും ഒരു കുറവ് സംഭവിച്ചു എന്ന് പറയുവാൻ ഇടയാകാത്ത ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊരു വാതിൽ, മറ്റൊരു ഉറവ ദൈവം നിങ്ങൾക്കായി തുറക്കുവാനായിട്ട് ഇടയായി തീരാം. അതുകൊണ്ട് ഈ പകൽക്കാലം ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. ഒരു വാതിൽ അടയപ്പെടുമ്പോൾ ശ്രേഷ്ഠകരമായ മറ്റൊന്ന് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോട്, ഉറപ്പോടും ധൈര്യത്തോടും കൂടി ഈ പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. അത് ഈ പകൽക്കാലം നിങ്ങൾക്കായി തുറക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 17-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗിലെയാത്തിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബിയനായ ഏലിയാവ് ആഹാബിനോട് പറയുന്നുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകിയല്ല എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥനാ മനുഷ്യനായിരിക്കുന്ന ഏലിയാവ് തന്റെ പ്രാർത്ഥന റൂമിനകത്ത് കേട്ട ദൈവ ശബ്ദത്തെ മറ കൂടാതെ വണ്ണം കൊട്ടാരത്തിൽ കയറി ചെന്ന് ആഹാബിനോട് പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ വേറെ ഒന്നും പറയുന്നില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. അപ്പൊ നാം സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. ആ നാം സേവിച്ചു നിൽക്കുന്ന ദൈവം ആരാണെന്ന് ഉറപ്പോടെ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നീ ചിലയിടത്ത് നിൽക്കുവാൻ തയ്യാറായ പ്രിയ ദൈവപ്പൈതലെ, നീ എന്തു പറയുന്നു അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ കാണുന്നു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകിയല്ല എന്ന് അരുളി ചെയ്തു. ദൈവത്തോടുള്ള അവന്റെ ഉടമ്പടിയും അവിടെ ബന്ധത്തെ അചഞ്ചലമായിരിക്കുന്ന
താൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നും ഉള്ള ഒരു വിശ്വാസത്തിന്റെ അനുഭവത്തെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അതിൽ നിന്നുകൊണ്ടാണ് ഏലിയാവ് അവിടെ ആഹാബിനോട് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയെത്തുന്ന അതിപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഏലിയാവ് പറയുവാനായിട്ട് ഇടയെത്തുന്നപ്പോ മഞ്ഞ് മാറുവാനായിട്ട് ഇടയെത്തുന്നു, മഴ മാറുവാനായിട്ട് ഇടയെത്തുന്നു, അവിടെ ക്ലൈമറ്റ് തന്നെ ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥനാ റൂമിനകത്ത് കേൾക്കുന്ന ദൈവശബ്ദം ഹല്ലേലൂയ മറ കൂടാതെ വിളിച്ചു പറയുമ്പോ അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീരാം. അതിന് യാതൊരു ചേഞ്ച് ഉണ്ടാക്കിയല്ല, അതിന് യാതൊരു മാറ്റവും സംഭവിക്കുവാനായിട്ട് ഇടയില്ല. നീ വിശ്വസ്തനായിട്ട് ദൈവസ്വന് നിൽക്കുവാൻ തയ്യാറായ, നിന്നെ കരുതുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ മറയ്ക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നാം വളച്ചൊടിക്കാതെ കർത്താവ് എന്ത് നമ്മോട് പറഞ്ഞു ആ ശബ്ദത്തെ നാം പറയുവാൻ തയ്യാറായ, ആ ശബ്ദത്തെ നാം മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്ന അതേ രീതിയിൽ അവിടെ നിറവേറ്റുന്ന ഒരു സർവശക്തനായ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഏലിയാമിന്റെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന അടുത്തൊരു അരുളപ്പാട് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കാൻ. സ്തോത്രം. താൻ എവിടെയാണ് ആയിരിക്കേണ്ടത്, താൻ എവിടെയാണ് പാർക്കേണ്ടതെന്ന് യഹോവയെ ദൈവം തന്നെ അടുത്തൊരു അരുളപ്പാട് ചെയ്യുന്നു, ഏലിയാവിന്റെ ജീവിതത്തിൽ കൊടുക്കുകയാണ്. കൊട്ടാരത്തിൽ കയറി ദൂത് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന്. എന്നാൽ ദൈവഭക്തനെ ഒളിപ്പിക്കുന്ന ഒരു സർവശക്തിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഒരു ദൈവഭക്തന് വേണ്ടി കൽപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവസ്ഥന് വിശ്വസ്തയോടെ നിൽക്കുന്ന വ്യക്തിയെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ ചുവട് വെക്കുന്ന വ്യക്തിയെങ്കിൽ, നിനക്ക് വേണ്ടതിനെ കൽപ്പിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന ഒരു ദൈവം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് മാറുകയല്ല. എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനോടല്ല കൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞല്ല അവിടെ എത്തിക്കുവാനായിട്ട് ഇടയെത്തുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് എന്റെ ദൈവം കൽപ്പന കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിനകത്തൊരു വിടുതൽ നടക്കുമെന്ന് പറയുമ്പോൾ നാം ആരെയൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും, അവരുടെയൊക്കെ മുഖങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. കാരണം നമ്മുടെ പ്രതീക്ഷ എന്താണ്? അവർ നമ്മെ സഹായിക്കും, ഇല്ലെങ്കിൽ ഇന്ന വ്യക്തി നമ്മെ സഹായിക്കും എന്നുള്ള രീതി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട്, ഇല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഏലിയാവിനെ പോഷിപ്പിക്കേണ്ടതിന് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ദൈവശബ്ദവുമായിട്ട് നീ നിൽക്കുമ്പോ നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് നിനക്ക് വേണ്ടി കരുതലുകൾ വെളിപ്പെടുവാനായിട്ടിടയത്തിര. നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ചില കരുതലുകൾ നിന്റെ മുമ്പാകെ എത്തുവാനായിട്ടിടയത്തിരും. ദൈവം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് മാറുകയല്ല, അത് വഴി തെറ്റി പോകുകയല്ല, അതിനെ ആർക്കും തടയുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്ര. അങ്ങനെ ആർക്കും തടയാൻ പറ്റാത്ത ചില ഉറവകളെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ടിടയുണ്ട്. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചിരിക്കുക. സ്തോത്രം. ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട്, അത് നിന്റെ പക്കൽ എത്തുമെന്നും വിശ്വസിക്കുക. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഏലിയാവ് ഇരിക്കുമ്പോൾ അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാൻ കിഴക്കുള്ള കെരീത് തോട്ടിനിടെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരം അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രാവിലെ വൈകുന്നേരം അപ്പവും ഇറച്ചിയുമായിട്ട് കാക്ക വരുന്നത്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യനാണ് വരുന്നെങ്കിൽ നമുക്കറിയാം അവർ കറക്റ്റ് ടൈമിൽ വരുമെന്ന്. പക്ഷേ ഈ കാക്ക വൈകിട്ട് വരുമോ രാവിലെ വരുമോ യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ ഒരു വിശ്വാസത്തോടെ ഒരു ഭക്തൻ അവിടെ കാത്തിരിക്കുക ദൈവശബ്ദത്തിന്റെ മുമ്പേ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒന്നിനും ഒരു കുറവ് വന്നില്ല. രാവിലെ വൈകുന്നേരം തന്റെ മുമ്പിൽ എത്തേണ്ട ഭക്ഷണം എത്തുവാനായിട്ട് ഇടയായി തീർന്നു. നീ ദൈവശബ്ദം കേട്ട് ചിലയിടത്ത് ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്ന അവിടെ നിനക്ക് വേണ്ടത് എത്തുവാനായിട്ട് ഇടയായി
ഇടയായിത്തീരാ, ഒന്നിനൊരു മുട്ടു വരുവാൻ ഇടയാകത്തില്ല. അവിടെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദേശത്ത് മഴ പെയ്യായിക്കയാ കുറെ ദിവസം കഴിഞ്ഞ ശേഷം വറ്റിപ്പോയി, തോട് വറ്റിപ്പോകുന്ന ഒരു അനുഭവം. ദൈവശബ്ദം വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞ മുഖാന്തരമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. അവിടെ മഴ മാറുവാനായിട്ട് ഇടയെത്തുന്നു, മഞ്ഞ് മാറുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എന്ത് ചെയ്യുന്നു, തോട്ടിലെ വെള്ളം വറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ വറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ട്. എപ്പോഴാണ് വറ്റി തീർന്നത്, അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുവാനോ അല്ലെങ്കിൽ ഭാരപ്പെടുവാനോ ഇടയായി തീർന്നില്ല. അവിടെ ഉടനെ കാണുന്നുണ്ട്, കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടാക്കിയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ ചിലതൊക്കെ വറ്റിപ്പോയി അതിന്റെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്. അടുത്ത് എന്തേ എന്നറിയാൻ നിൽക്കുന്നുണ്ടായിരിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്തേ, എവിടെയാ ഇനി അടുത്തൊരു വാതിൽ തുറക്കുന്നത് എന്നറിയാതെ നിൽക്കുമ്പോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടാകുന്നു. നീ എഴുന്നേറ്റ് സിദോനോട് ചേർന്ന് സാറാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക, നിന്നെ പുലർത്തേണ്ടത് അവിടെയുള്ള ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അവിടെ ആ സ്ഥലത്ത് ഒത്തിരി സാഹചര്യങ്ങളുള്ള സിറ്റുവേഷനുകൾ ഏലിയാവിനെ പോറ്റുവാൻ കഴിവുള്ള ഒത്തിരി പേർ കാണുമായിരിക്കും. പക്ഷേ അവരുടെ ആരുടെ അടുക്കലല്ല ഏലിയാവിനെ ദൈവം അയക്കുന്ന ഒരു വിധവയുടെ അടുക്കലേക്ക്, സ്തോത്രം, ദൈവം എത്തിക്കുവാനായിട്ട് എത്തുന്നോട് പറയുന്നു, ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. കാക്കയോട് കൽപ്പിച്ചതായ ദൈവം, വിധവയോട് കൽപ്പിച്ചതായ ദൈവം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടത് ദൈവം നിങ്ങളുടെ അടുക്കൽ എത്തിക്കേണ്ടതിനായിട്ട് ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. നീ അലഞ്ഞു നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ള മുമ്പിൽ കൈനീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ ആവശ്യം ഇതെന്ന് പറഞ്ഞു മറ്റുള്ള മുമ്പിൽ തല കുനിച്ച് നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് എന്ത് ആവശ്യമായിരിക്കുന്നുവോ അത് നിന്റെ അടുക്കിലേക്ക് ദൈവം കൽപ്പിച്ചവർ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയത്തില്ല. ചില കൽപ്പനകൾ ലഭിച്ചിരിക്കുന്നവർ നിന്റെ ഭവനത്തിനകത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി, ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ദൈവം കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പന അതേ രീതി നിറവേറും. സ്തോത്രം. ആ കൽപ്പനയെ ആർക്കും മാറ്റുവാൻ കഴിയില്ല. അതിന്റെ സമയം തെറ്റുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് നിന്റെ അടുക്കെ തന്നെ വരും, വേറെ ആരുടെ കരത്തിൽ എത്തുകയില്ല. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, അവിടെ ഞാൻ നിന്നെ പുലർത്തേണ്ടതിനെ അവിടെയുള്ള ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയ ദൈവത്തിനെ നിന്നെ പുലർത്തുന്ന ദൈവം. ഹല്ലേലൂയ. നീ തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പൽക്കാലം നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ മാറട്ടെ. നീതിമാൻ കുലുങ്ങിപ്പോവാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നീ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പുലർത്തുന്ന ഒരു ദൈവം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ധൈര്യപ്പെടുത്തുക. നമ്മളെ പുലർത്തുന്ന ഒരു സർവശക്തിന്റെ ചിറകിന്റെ മറവിലത്തെ നമ്മൾ ആയിരിക്കുന്നത്. നമുക്ക് ഏത് സമയമാണ് എന്താണ് ആവശ്യമെന്ന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ മുമ്പിൽ കൊണ്ട് എത്തിക്കുന്നതായ ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കൽപ്പിക്കുന്നതായ ദൈവം. ഒന്ന് വറ്റിപ്പോകുമ്പോ അടുത്ത് ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊന്നിനെ നിനക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവിടെ ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടെ കടന്നു പോകുവാൻ ഇടയെത്തിയപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവിടത്തെ ഭരണിയിലെ എണ്ണയും ഒരല്പ എണ്ണയും മാവും മാത്രമായിട്ട് ആ വിധവ നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ കുറവാണ്, അവിടെ ഇല്ലായ്മയാണ്. പക്ഷേ അതിനകത്താണ് ഏലിയാവിനെ ദൈവം അയക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ എന്ന ദൈവശബ്ദപ്രകാരമായിട്ട് ഏലിയാവ് പറയുന്നുണ്ട്, യഹോവ ഭൂമി മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഏലിയാവ് ഒരു ദൈവ ശബ്ദത്തെ ആ വിധവയോട് പറയുന്നുണ്ട്. ഈ കലത്തിലെ മാവ് കുറഞ്ഞു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന്
അവക്കൊന്നിനൊരു കുറവ് വരികയില്ല എന്ന് അവിടെ പറഞ്ഞു ഉറപ്പിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യഹോവ ഏലിയാവ് പറഞ്ഞത് മുഖാന്തരമായിട്ട് വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്ര, അടയപ്പെട്ടതിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം ഭാരപ്പെടുമ്പോ ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊന്ന് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വയ്ക്കും. ഹല്ലേലൂയ. നീ ഭാരപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഒരിക്കലും വറ്റിപ്പോകാത്ത ചിലത്, ഒരിക്കലും കുറവ് വന്നു എന്ന് പറയുവാൻ ഇടയാകാത്ത ചിലത് ദൈവം അവിടെ തുറക്കുവാനായിട്ട് ഇടയെ തീർന്നു. ദൈവം തുറന്നാൽ അപ്രകാരം ആയിരിക്കും. സ്തോത്രം. കുറവുകൾ കാണുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. ഒന്നും തീർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ശേഷിപ്പുകളെ തരുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്ക് കൂടെയുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, ശ്രേഷ്ഠകരമായിരിക്കുന്ന ചിലത് നമുക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. നീ ദൈവശബ്ദവുമായിട്ട് നിൽക്കുമ്പോ, ദൈവത്തിന്റെ സ്വനി വിശ്വസ്തയോടെ നിൽക്കുമ്പോ, പ്രിയ ദൈവമക്കളെ, അടയപ്പെട്ടതിന്റെ മുമ്പിൽ നീ ഭാരപ്പെടേണ്ട. ചിലതൊക്കെ വറ്റിപ്പോയി, ചിലതൊക്കെ തീർന്നു പോയി, ഹല്ലേലൂയ, എന്നോർത്ത് നീ നെടുവീർപ്പിടണ്ട. ശ്രേഷ്ഠകരമായിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ എന്ത് അനുഭവിച്ചു കൊണ്ടിരുന്നോ അതിനേക്കാൾ, ഹല്ലേലൂയ, ഒരു കാക്കയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഒരു പരിമിതി കാണും, പക്ഷേ ആ പരിമിതികളെ ഓവർകം ചെയ്യുന്ന അതിനേക്കാൾ ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊന്ന് ദൈവം തുറന്നു കൊടുക്കുവാനായിട്ട് ഇടയെത്തുന്നത്. ചെറുതൊന്ന് അടയപ്പെടുമ്പോ നീ നിരാശപ്പെട്ടു പോകണ്ട, ആകുലപ്പെട്ടു പോകേണ്ട. കർത്തവ്യം ആകെ ഉണ്ടായിരുന്ന വഴി ഇതാണല്ലോ, ഇതുകൂടെ തീർന്നു പോയല്ലോ എന്നോർത്ത് നിരാശപ്പെടണ്ട, ആകുലപ്പെടണ്ട. ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊരു വാതിൽ ദൈവം നിനക്കായി തുറക്കും. സ്തോത്ര. പല വാതിലുകൾ നിന്റെ മുമ്പിൽ അടയപ്പെട്ടിരിക്കാം. ഹല്ലേലൂയ. നീ ചെന്ന് മുട്ടുന്ന വാതിലുകളൊക്കെയും അടയപ്പെട്ടിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ നിന്നെ സഹായിച്ച വാതിലുകളൊക്കെ അടയപ്പെട്ട് കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊന്ന്, ഹല്ലേലൂയ, ഒരിക്കലും വറ്റിപ്പോകാത്ത, ഒരിക്കലും ഒരു കുറവ് പറ്റാത്തതായ ചില ഉറവകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഒരു ദൈവപ്രവർത്തിക്കായിട്ട് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ശ്രേഷ്ഠകരമായ ഒന്നിനെ നാം പ്രതീക്ഷിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിരാശപ്പെട്ടു പോകണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തെന്തേന്ന് അറിയാതെ ഭാരപ്പെടുമ്പോ, ആകുലപ്പെടുമ്പോ, പ്രിയ ദൈവമക്കളെ, നാം ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കുവാനായിട്ട് ഇടയായി തീരുക. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അവർ ചെയ്യുവാനായിട്ട് ഇടയെത്തിരുന്നപ്പോ അവളും അവനും അവരുടെ വീട്ടുകാരും ഏറിയ നാൾ യഹോവൃത്തി കഴിച്ചു. ഹല്ലേലൂയ. അവർക്കൊന്നിനൊരു കുറവ് വന്നില്ല. അവർക്കൊരു സമൃദ്ധിയുടെ ഒരു അനുഭവത്തെ ദൈവം അവർക്കും കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ദൈവശബ്ദവുമായിട്ട് നാം നിൽക്കുമ്പോ നാം കടന്നു പോകുന്ന ഇടത്തുള്ളവർക്കും ഒരു അനുഗ്രഹമാക്കി ദൈവം നമ്മെ നിർത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഒരു അത്ഭുതത്തിന്റെ വഴി ഇവിടെ നമുക്ക് രണ്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏലിയാവിന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള കൽപ്പനകളാണ് ദൈവം പുറപ്പെടുവിച്ചത്. ഒന്ന് കാക്കയോട്, മറ്റൊന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു വിധവയോട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ചില ഉറവകളെ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയെത്തിരും. ഒരു സാധാരണമായ രീതിയിൽ നിന്ന് ഒരു അസാധാരണമായ രീതിയിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തരും. കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്ന പകൽക്കാലം എന്ന് വിശ്വസിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അടയപ്പെട്ടതിനെ ഓർത്ത് നാം ഭാരപ്പെടേണ്ട, നാം ആകുലപ്പെട്ടു പോകേണ്ട. സ്തോത്ര. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മുടെ ഇന്നലകളെ, നമ്മുടെ ഇന്നത്തെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും, സ്തോത്ര, ഹല്ലേലൂയ, നമ്മുടെ ഇന്നലത്തെ ഓർത്തയോ ഇന്നത് ഉണ്ടായിരുന്നല്ലോ എന്നോർത്ത് ഞാനും നിങ്ങൾ ഭാരപ്പെട്ട് ആകുലപ്പെട്ട് പോകേണ്ട. സ്തോത്ര. ശ്രേഷ്ഠകരമായിരിക്കുന്ന ചിലതിനെ തുറന്നു തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ദൈവം ഒന്നിനോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ നാം തിരിച്ചറിയണം, അതിന്റെ റൂട്ട് മാറുകയില്ല. സ്തോത്രം. അത് നമ്മുടെ കരത്തിൽ തന്നെ ലഭിക്കുവാനായിട്ട് ഇടയത്തിലും. ദൈവം തുറക്കുന്നതിനെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും അടയ്ക്കുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം.
ഹല്ലേലൂയ. സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു ദൈവം, നിന്റെ അവസ്ഥകളെ മാറ്റുന്നതായ ഒരു ദൈവം. സ്തോത്ര. ഹല്ലേലൂയ. ഒരിക്കലും വറ്റിപ്പോകാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത ചിലത് തുറക്കുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക. ഇന്നത്തെ സാഹചര്യം ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന അനുഭവമായിരിക്കും. സ്തോത്രം. പക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കി നാം തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അവിടെ അതാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് വറ്റിപ്പോയി കഴിഞ്ഞപ്പോ സ്തോത്ര ദൈവം അവനോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് കടന്നു പോക. അവിടെ നിന്ന് ഞാൻ നിന്നോ പുലർത്തേണ്ടതിന് ഞാൻ അവളോട് വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന ഒരു ദൈവം. ഒന്ന് വറ്റിപ്പോയി എന്ന് തോന്നുമ്പോ, നിന്റെ മനസ്സിനകത്തൊരു പതറിൽ കടന്നു വരുമ്പോ തന്നെ നീ അടുത്തൊരു ദൈവശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം ബലപ്പെടാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ മുമ്പിൽ അടയപ്പെട്ടതിന്റെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്. എങ്ങനെ ഇനി സ്റ്റെപ്പ് വയ്ക്കണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെ നിന്ന് നീ എഴുന്നേൽക്ക. നിനക്ക് മുന്നിലോട്ട് ഹല്ലേലൂയ അടുത്തൊരു വാതിൽ ഉണ്ട്. സ്തോത്ര. അടുത്തൊരു ഉറവയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അവിടേക്ക് നീ ചെല്ലുവാനായിട്ട് ഇടയായി തീരുമ്പോ ഒരു ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ കടന്നുപോയപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കരത്തിൽ അല്പം മാവും ഒരു പിടി മാവ് ഒരു തുരുത്തി അല്പ എണ്ണം മാത്രമല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. സ്തോത്ര. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. പക്ഷേ ആ പ്രതികൂലത്തിന്റെ നടുവിലും അവർ അതുകൊണ്ട് ഒരപ്പമുണ്ടാക്കി മരിക്കുവാനായിട്ട് ഇരിക്കുമ്പോഴാണ് ദൈവഭക്തനായിരിക്കുന്ന, പ്രാർത്ഥന മനുഷ്യനായിരിക്കുന്ന ഏലിയാവിനെ ദൈവം അവിടെ എത്തിക്കുവാനായിട്ട് എത്തുന്ന. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് കേൾക്കുന്ന ദൈവശബ്ദം എന്താണ്? നീ അത് പറയുവാനായിട്ട് ഇടയത്തിരുമ്പോ അത് അങ്ങനെ തന്നെ ഓരോന്ന് നിറപടിയായി സംസാരിക്കുവാൻ അവിടെ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. എലിയോ പറയുന്നുണ്ട്. സ്തോത്രം. മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോകുകയില്ല. സ്തോത്ര. കുറവ് വരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഒരു റൂട്ട് ദൈവവുമായിട്ട് ഏലിയാവിന് ഉണ്ടായിരുന്നു. സ്തോത്ര. ദൈവശബ്ദത്തെ നിരന്തരമായിട്ട് ഏലിയാവ് കേട്ടുകൊണ്ടിരുന്നു കൊണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കടന്നു പോകുമ്പോ താനത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതിപ്രകാരം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏലിയാവ് പറഞ്ഞതുപോലെ അവിടെ ഭരണിയിലെ മാവ് തീർന്നു പോയില്ല, കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഈ പകൽക്കാലം നിൽക്ക. നിനക്ക് കുറവുകൾ വരാതവണ പരിഹരിച്ചു തരുന്ന ഒരു സർവശക്തിന്റെ കര നിനക്ക് വേണ്ടി ചിലത് തുറക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ദൈവശബ്ദം എന്താണ് നീ കേട്ടത്, അതേ രീതിയിൽ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് തുറക്കുവാനായിട്ട് ഇടയായി തീരാ. കരത്തിലെ ശൂന്യതകളെ മാറ്റുന്ന ദൈവത്തിന്റെ കര, കലത്തിലെ ഇല്ലായ്മകളെ മാറ്റുന്ന ദൈവത്തിന്റെ കര. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നീ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാ ഞാൻ പറയട്ടെ, നിനക്കൊന്നും കുറവ് വരികയില്ല. നിന്റെ ഭവനത്തിനകത്തുള്ളൊന്നും തീർന്നു പോകുകയില്ല. നീ അത് ഉപയോഗിക്കും തോറും ഒരു വർധനവിലേക്ക് അതിനെ എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിരാശകളും ഭാരങ്ങളൊക്കെ മാറട്ടെ. അടയപ്പെട്ട എന്റെ വഴി മുമ്പിൽ നിൽക്കുമ്പോ, ഇനി എന്തേന്ന് അറിയാതെ നിൽക്കുമ്പോ, ഹല്ലേലൂയ, പകൽക്കാലം പറയട്ടെ, മറ്റൊരു വഴി ദൈവം നിനക്കായി തുറക്കും. ശ്രേഷ്ഠകരമായിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ എങ്ങനെ ആയിരുന്നോ അതിനേക്കാൾ ഒരു പടി മുന്നേറ്റിക്കൊണ്ട് ദൈവം ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊന്നിനെ ദൈവം തുറക്കുവാനായിട്ട് ഇടയത്തിരും. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കര, ഇന്നത്തെ നിന്റെ അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിന്റെ കര, നിന്റെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന സർവശക്തിന്റെ കര ഈ പൽക്കാലം നിന്നെ തൊടുക്കിയ. സ്തോത്ര. ഹല്ലേലൂയ. അല്പമൊക്കെ കയ്യിൽ വച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. ഇതുകൊണ്ട് എവിടെ നിൽക്കുമെന്ന് അറിയാതെ നീ കടന്നു പോകുമ്പോ, നിങ്ങൾ മുന്നോട്ട് എങ്ങനെ സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയാതെ നിൽക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, സ്തോത്ര, ദൈവ ശബ്ദവുമായിട്ട് ദൈവം ചിലരെ നിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയെത്തിര. ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നീ നിൽക്കുമ്പോ നിന്റെ ജീവിതത്തിലെ കുറവുകളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. തീർന്നു പോയത് ചിലത് വർദ്ധിക്കുവാനായിട്ട് ഇടയത്തിരും. ഇവിടെ അവർ കാണുവാൻ ശ്രമിക്കുന്നു. ഒരു പിടി മാവും അല്പ എണ്ണയുമായിട്ട് ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വർദ്ധനവ്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരു വർദ്ധനവിന്റെ ടൈമാ. ഹല്ലേലൂയ.
നോക്കുന്നുണ്ട്, എനിക്ക് ഇത്രയേ ഉള്ളൂ, അല്പമേ ഉള്ളൂ പേൽസിനകത്ത്. പക്ഷെ ഞാൻ പറയട്ടെ, നീ ഉപയോഗിക്കും തോറും തീരാത്ത ചിലത്, കുറവ് വരുത്താത്ത ഹല്ലേലൂയ ഒന്ന് ആയിട്ട് മാറാൻ പോകെ, ഒന്നിനും കുറവ് വരുവാൻ, ഒന്നിനും ഹല്ലേലൂയ ബുദ്ധിമുട്ട് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്ക, യഹോവ ഏലിയ മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ചിലത് തീർന്നു പോകുകയില്ല, ചിലത് കുറഞ്ഞു പോകുകയില്ല. അങ്ങനത്തെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ചിലതിനെ ദൈവം നിങ്ങൾക്ക് തുറക്കുവാനായിട്ട് ഇടയത്തരും. ഒത്തിരി ആവശ്യങ്ങൾ, ചിലവുകൾ മുമ്പിൽ വരുമായിരിക്കാം. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കും തോറും, നിങ്ങൾ ചെലവഴിക്കും തോറും കുറയാതെ ഹല്ലേലൂയ അത് നിറഞ്ഞു വരുന്ന അനുഭവത്തിലേക്ക് ഒരു നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാം. ക്രിസ്തുവിന്റെ നിറവ് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തരാ. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. ചിലപ്പോ ചിലതൊക്കെ അടഞ്ഞതിന്റെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്. ഇനി പ്രതീക്ഷകളൊന്നും കാണത്തില്ലായിരിക്കാം. സ്തോത്ര. ഉണ്ടായിരുന്നതും വറ്റിപ്പോകുന്ന അനുഭവത്തിലായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, ഈ പകൽക്കാല ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊരു വാതിൽ ദൈവം നിനക്കായി തുറന്നു വച്ചിട്ടുണ്ട്. ആ വാതിൽ ഈ പകൽക്കാലം നിനക്ക് വേണ്ടി തുറക്കപ്പെടാ. ആ വാതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും വറ്റിപ്പോകാത്ത, ഹല്ലേലൂയ ഒരു ക്ലൈമറ്റ് കൊണ്ട് തീർന്നു പോകാത്ത, ഹല്ലേലൂയ ഇവിടെ അതാ കാണുവാൻ സാധിക്കുന്നത്. മഞ്ഞും മഴയും യാണ്ട് പെയ്യുകയില്ല എന്ന് പറയുവാനായിട്ട് ഇടയെത്തുന്നപ്പോ ആ ദൈവശബ്ദത്തിന്റെ മുമ്പേ ക്ലൈമറ്റ് ചേഞ്ച് ആകുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അവിടെ തോട് വറ്റുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അടുത്തൊരു വാതിൽ ദൈവം തുറന്നത് ഒരു ക്ലൈമറ്റിനും ചേഞ്ച് ചെയ്യുമ്പോ വറ്റിപ്പോകാത്ത ഒരു ഉറവയെ ദൈവം തുറന്നു കൊടുത്തുവെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ പ്രിയ ദൈവ പൈതൽ ഒരു ക്ലൈമറ്റിനും വറ്റിച്ചു കളയുവാൻ കഴിയാത്ത, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തീർത്തു കളയുവാൻ കഴിയാത്ത അതിശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊരു വാതിൽ ദൈവം നിനക്കായി തുറന്നു തരും. സ്തോത്രം. ചിലതൊക്കെ നമ്മുടെ മുമ്പിൽ ക്ലൈമറ്റ് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. സ്തോത്ര. ബിസിനസ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ മുമ്പിൽ വാതിലുകൾ അടയപ്പെട്ടു. സ്തോത്ര. ക്ലൈമറ്റിന്റെ ഒക്കെ ഒരു സാഹചര്യം കൊണ്ട് ഇതിങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ക്ലൈമറ്റ് കൊണ്ട് ചലിപ്പിക്കുവാൻ കഴിയാത്ത, ക്ലൈമറ്റ് കൊണ്ട് മാറുമ്പോൾ അടയപ്പെടാത്ത, കുറവ് സംഭവിക്കാത്ത, വറ്റിപ്പോകാത്ത ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊരു വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. ഇവിടെ തോട് വറ്റിപ്പോകും കാരണം മഞ്ഞും മഴയും മാറിയത് കൊണ്ടാ, ക്ലൈമറ്റ് ചേഞ്ച് ആയി. പക്ഷേ ദൈവം അടുത്ത് തുറന്നു കൊടുത്തത് ഒരിക്കലും വറ്റാത്ത, തീർന്നു പോകാത്ത, ഒരു ക്ലൈമറ്റിനും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, ഒരു ക്ലൈമറ്റ് കൊണ്ട് വറ്റിച്ചു കളയുവാൻ കഴിയാത്ത ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു വഴിയെ ദൈവം തുറന്നു കൊടുത്തുവെങ്കിൽ ഈ പകൽക്കാലം വിശ്വസിക്കാം. ഒരു ക്ലൈമറ്റ് കൊണ്ട് ഹല്ലേലൂയ തീർത്തു കളയുവാൻ കഴിയാത്ത, കുറവുകൾ വരുത്തുവാൻ കഴിയാത്ത ശ്രേഷ്ഠകരമായിരിക്കുന്ന ഹല്ലേലൂയ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അടച്ചു കളയുവാൻ കഴിയാത്ത ഒരു ശ്രേഷ്ഠകരമായിരിക്കുന്ന വാതി ദൈവം നിങ്ങൾക്കായി തുറക്കും. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. നിരാശപ്പെടേണ്ട. പുതുവഴികളെ തുറന്നു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ഈ പൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ആ വാതി നമ്മുടെ മുമ്പിൽ തുറക്കേണ്ടതിനായിട്ട് ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിന് സ്തുതിക്കുന്നപ്പാ. ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടയപ്പെട്ടതിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോ അപ്പൊ ശ്രേഷ്ഠകരമായ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിനു വേണ്ടി തുറക്കപ്പെടട്ടെ. ഒരു ക്ലൈമറ്റിനും വറ്റിച്ചു കളയാൻ കഴിയാത്ത, ഹല്ലേലൂയ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും വറ്റിച്ചു കളയുവാൻ കഴിയാത്തതായ ഉറവയെ ദൈവം ഹല്ലേലൂയ വിധവയെ കൂടി ദൈവം ഒരുക്കി ഏലിയാവിന് കൊടുത്തതുപോലെ ഈ പകൽക്കാലം ഒരിക്കലും വറ്റിപ്പോകാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത ചില ഉറവകൾ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിനു വേണ്ടി തുറക്കട്ടെ. കർത്താവ് തീർന്നു പോകാനിടയാക്കരുത്, തീർന്നു പോകുവാൻ ഇടയാക്കരുത്, കുറവുകൾ സംഭവിക്കുവാൻ ഇടയാക്കരുത്. അങ്ങനത്തെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു വഴിയെ ദൈവം തുറക്കുന്നതിനായി സ്തോത്രം. ഒരു വാതിലുകളെ ദൈവം തുറക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.